നമസ്തേ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ശംഖിനെ കുറിച്ചാണ്. പലതരം ശംഖുകളുണ്ട്. അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാം. ശംഖ് പ്രധാനമായും ഇടംപിരി ശംഖ്, വലംപിരി ശംഖ് എന്നിങ്ങനെയാണ് കാണപ്പെടുന്നത്. അതിൽ ഇടംപിരി ശംഖാണ് കൂടുതൽ പൂജകൾക്കായി നാം ഉപയോഗിക്കുന്നത്. വലംപിരി ശംഖ് പ്രത്യേകമായ രീതിയിലാണ് താന്ത്രിക പൂജകൾക്കൊക്കെ ഉപയോഗിക്കുക. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ശം എന്നാൽ മംഗളം, ഐശ്വര്യം എന്നൊക്കെയാണ് പറയുന്നത്. ഘം എന്നാൽ ആകാശം, അതായത് ഐശ്വര്യത്തെയും മംഗളത്തെയും പ്രദാനം ചെയ്യുന്നതാണ്. ദിവ്യമായ വസ്തു ആണ് ഇത്. മംഗളസൂചകം എന്നാണ് ഇതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. ശ്രീചക്ര പൂജയിൽ വിശേഷാർഘ്യപാത്രമായും ശംഖിനെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ശംഖ് എന്ന പദം അനന്തതയുടെയും അപാരതയുടെയും പ്രതീകമായാണ് കാണുന്നത്. ശംഖം എന്നാൽ ഗണിതശാസ്ത്രപ്രകാരം ഒരു സംഖ്യയാണ്. അയൂതം എന്നും പറയാം. അയൂതം എന്നാലും എണ്ണാൻ കഴിയാത്തത്ര എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ശംഖ്, കലമാൻ കൊമ്പുകൾ തുടങ്ങിയവയ്ക്ക് താന്ത്രികപരമായി പല ബന്ധങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഭദ്രകാളി ഉപാസനയിലാണ് കലമാൻ കൊമ്പുകൾ നാം ഉപയോഗിക്കുന്നത്. ഇവ രണ്ടും ജൈവാവശിഷ്ടങ്ങളാണല്ലോ. എന്നാൽ ശംഖിനെ സംബന്ധിച്ച് വളരെയധികം ശ്രേഷ്ഠത കാണപ്പെടുന്ന ഒന്നാണ്. ശംഖനാഥം മംഗളത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ മംഗളനാദം ആകാശവ്യാപകമാണ്. വലംപിരി ശംഖിൽ കൂടി ശംഖനാദം മുഴങ്ങുവാനേ പാടില്ല എന്നാണ് പറയുന്നത്. ഒന്നാമതായി വലംപിരിയിൽ നാദദ്വാരം എന്നൊന്നില്ല. എന്നാൽ വലംപിരി ശംഖ് പൂജയിൽ ഏറ്റവും വൈശിഷ്ട്യമുള്ളതാണ് താനും. ഇതിൽ ജലമൊഴിച്ചാൽ പൂജയിൽ തീർത്ഥം നിർമ്മിക്കൽ എന്ന പദ്ധതി ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഈ ജലം തീർത്ഥജലമായി പിന്നീട് മാറും എന്നാണ് പറയുന്നത്. അത്രത്തോളം ഗുണമുണ്ട്. ശംഖനാദം ഒരു മംഗളവാദ്യമാണ്. പ്രണവ സമാനമാണ് ഈ ശംഖനാദം എന്നത്. ക്ഷേത്രങ്ങളിൽ പൂജകൾക്ക് ശംഖനാദം മുഴക്കുന്ന സ്ഥാനത്തിന് വളരെ പ്രാധാന്യമാണ് ഉള്ളത്. പ്രധാനമായും 2 തരം ശംഖുകളുണ്ട് എന്ന് നാം നേരത്തെ പറഞ്ഞു. എന്നാൽ ഇവയിലും അവസ്ഥാന്തര ഭേദങ്ങളൊക്കെയായിട്ട് കാണപ്പെടുന്നവയുണ്ട്. ഗണപതി ശംഖ്, വീണാശംഖ്, കാമധേനു ശംഖ്, ഗോമുഖി ശംഖ്, ഗരുഡശംഖ്, അന്നപൂർണ, കച്ഛപം, സുദർശനം, ശേഷാനാഗം, ഐരാവതം, രാക്ഷസം, ശനി, രാഹു, കേതു, സിംഹമുഖം, പഞ്ചമുഖം, മഹാലക്ഷ്മി ശംഖ്, ശ്രീചക്ര ശംഖ്, ശംഖിനി, വിഷ്ണു, രുദ്രാക്ഷ ശംഖ്, ഊർധപൂണ്ഠ ശംഖ്, വജ്രശംഖ് എന്നീ പേരുകളിൽ പലതരം ശംഖുകൾ കാണപ്പെടുന്നുണ്ട്. അതിൽ പലതും കാണപ്പെടുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമാണ്. രുദ്രാക്ഷ ശംഖുകൾ 3 കടലുകൾ ചേരുന്നിടത്താണ് കാണപ്പെടുന്നത്. പൂജാതി കർമ്മങ്ങൾക്ക് ഇത് പറ്റില്ല. കാരണം ഒരു നെഗറ്റീവ് എനർജി കൂടുതലുള്ളവയാണ് ഈ രുദ്രാക്ഷ ശംഖ എന്ന് പറയുന്നത്. ഹിമാലയത്തിൻ്റെ ഭാഗത്ത് അപൂർവമായി ചില ശംഖുകൾ കാണപ്പെടുന്നുണ്ട്. അത് പാഞ്ചജന്യം, കൃഷ്ണന്റെ ശംഖാണ്. അടുത്തത് ദേവദത്തം, അർജുനന്റെ. പ്രൗഢം ശംഖ ഭീമന്റെ ആണ്. അതുപോലെ അനന്തവിജയം എന്നത് യുധിഷ്ഠിരന്റെയും, സുഘോഷം എന്നത് നകുലന്റെയും, മണിപുഷ്പകം എന്നത് സഹദേവന്റെയും ശംഖായി പറയുന്നു. ഇനി വലംപിരി ശംഖ് വിഷ്ണു സംബന്ധിയാണ് എന്നും ഇടംപിരി ശംഖ് ശൈവ സംബന്ധിയാണ് എന്നും ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ട്. ബ്രഹ്മാവ്, ചന്ദ്രൻ, സൂര്യൻ, വായു, അഗ്നി, ആദിത്യൻ, വരുണൻ, ഗംഗ, സരസ്വതി ഇത്യാദി ദേവതകളെല്ലാം ശംഖിൽ പല സ്ഥാനങ്ങളിലായാണ് കാണപ്പെടുന്നത്. ശംഖ്, പത്മം, ഗദ, ചക്രം ഇവയാണ് മഹാവിഷ്ണുവിൻ്റെ ആയുധ വിന്യാസങ്ങൾ എന്നേവർക്കും അറിയാം. ഇതിൽ ശംഖ് ശബ്ദപരമായ സൃഷ്ടിയുടെ ചിഹ്നമായാണ് കാണുന്നത്. ഗദ പ്രപഞ്ച പരിണാമ ചിഹ്നമായി കാണുന്നു. പത്മത്തെ പരിണാമത്തിൻ്റെ പരിപൂർത്തിയായും സുദർശന ചക്രത്തെ ശാശ്വത തത്വചിഹ്നമായുമാണ് കാണുന്നത്. പ്രധാന വിഷ്ണു രൂപങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. അതായത് ചതുർവിംശതി മൂർത്തികളായ 24 പേരുടെ ആയുധ വിന്യാസങ്ങൾ, 4 കൈകൾ, ആയുധങ്ങൾ 4, അതാ 24. ഇതാണ് മൊത്തത്തിൽ 24. ഇതാണ് കണക്കായി വരുന്നത്. ഇവിടെയെല്ലാം ശംഖ് എന്നത് വളരെ പ്രധാനമാണ്. മോക്ഷയുടെ ചിഹ്നമാണ് ശംഖ്. പത്മം സൃഷ്ടിയെയാണ് സൂചിപ്പിക്കുന്നത്. ചക്രം സ്ഥിതിയെയും ഗദ സംഹാരത്തെയും സൂചിപ്പിക്കുന്നു.
അനുഷ്ഠാന വാദ്യാഘോഷങ്ങളുടെ ആദിയിലാണ് ശംഖനാദം മുഴക്കുക. ശരിയായ ശംഖനാദം ഓങ്കാരധ്വനിയാകുന്നു എന്നാണ് പറയുന്നത്. പുരാതന കാലത്ത് രണവാദ്യം കൂടിയായിരുന്നു ശംഖം എന്നാണ് പറയുന്നത്. യഥാർത്ഥമായ ശംഖധ്വനി അനാഹതയിലേക്കാണ് സ്വീകരിക്കപ്പെടുക എന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ശംഖനാദമാകട്ടെ ദൈവികമാണ്, അസുരം, മാനുഷം എന്നീ 3 തരത്തിലും കാണാം. കാഹളം പഞ്ചവാദ്യങ്ങൾക്ക്, കറുകുഴൽ തിമിലാദികൾക്ക്, പടഹാദി വാദ്യങ്ങൾക്ക്, കലാവാദ്യങ്ങൾക്ക്, പാണ്ടി വാദ്യങ്ങൾക്ക് എല്ലാം തന്നെ പ്രത്യേക രീതികളിലാണ് ശംഖ് മുഴക്കുന്നത്. ദേവന്റെ പൂജകൾക്കും അഭിഷേകത്തിനും പ്രത്യേകം ശംഖുകളുണ്ട് എന്ന കാര്യം നിങ്ങൾ വിസ്മരിക്കരുത്. മഹാവിഷ്ണുവിന്റെ ആയുധ വിന്യാസ ക്ഷേത്രങ്ങളിൽ ശംഖിന്റെ സ്ഥാനം പുരി ക്ഷേത്രത്തിലാണ് ഉള്ളത്. വലംപിരി ശംഖ് പൂജിക്കാൻ മാത്രമാണ്. ഇതിൽ ശംഖപുരാണാദികൾ വേണ്ട എന്നർത്ഥം. ഇടംപിരി ശംഖിൽ മാത്രമേ ശംഖപുരാണാദികൾ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. തൈരും വെള്ളവും ഉമിയും ചേർത്താണ് ശംഖിലെ മാലിന്യം കളയുന്നത്. സോപ്പ്, പീതാംബരി തുടങ്ങിയവയൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇന്ന് കൂടുതലും കൃത്രിമ ശംഖാണ് കടകളിലൊക്കെ കാണപ്പെടുന്നത്. ശംഖിന്റെ അളവ് നമുക്കൊന്ന് നോക്കാം. 1 ശ്രേഷ്ഠമാണ്, അത് 1 ഇടങ്ങഴി ജലം ഉൾക്കൊള്ളുന്നത്. അടുത്തത് സർവകം, 3/4 ഇടങ്ങഴി ജലം ഉൾക്കൊള്ളും. മധ്യമം 1/2 ഇടങ്ങഴി ജലവും കനിഷ്ഠം എന്നതിൽ 1/4 ഇടങ്ങഴി ജലവുമാണ് ഉൾക്കൊള്ളുന്നത്. അതിലേറ്റവും ഉത്തമം ആദ്യം പറഞ്ഞതാണ്. അരിക് പൊട്ടിയതും വിണ്ടു കീറിയതുമായ ശംഖ് പൂജയ്ക്ക് നിഷിദ്ധമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. കാരണം ശംഖ് എന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. വലംപിരി ശംഖും ഇടംപിരി ശംഖും എന്ന് കേട്ടിട്ടുണ്ടാകും. എന്നാൽ അതിൽ ഇത്രത്തോളം പലതരം വ്യത്യസ്ത രീതിയിലുള്ള ശംഖുകളുണ്ട് എന്നും അതൊക്കെ വ്യത്യാസ രീതികൾക്ക് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥാനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ കുറേ പേർക്കെങ്കിലും പുതിയ അറിവായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്കും കൂടി നിങ്ങളിത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങളും കൂടുതൽ വാർത്തകളും അറിയാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.